CBS അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇതിലാകെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റുലേറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. കൈനറ്റിക് തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോസ്റ്റുലേറ്റുകൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഒരു 6 പോസ്റ്റുലേറ്റുകൾ ഞാൻ പറയും. 6 പോസ്റ്റുലേറ്റുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പൊ ആ പോസ്റ്റുലേറ്റുകൾ എഴുതാനായിട്ടായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ആ പോസ്റ്റുലേറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷനും കൂടെയാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യ പോസ്റ്റുലേറ്റ് നോക്കാം. ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പോസ്റ്റുലേറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു കണ്ടെയ്നറിനുള്ളിൽ കുറച്ച് ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കണ്ടെയ്നറിനുള്ളിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ആദ്യ പോയിന്റ് ഇതാണ്, the molecular force of attraction between gas molecule is very weak. ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള molecular force of attraction എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് they are in constant random motion. ഈ മോളിക്യൂൾസ് കോൺസ്റ്റന്റ് ആയിട്ട് റാൻഡം മോഷനിലായിരിക്കും. അതായത് മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ കണ്ടെയ്നറിനുള്ളിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് they exert pressure on the walls of the container called partial pressure. നിങ്ങൾക്കറിയാം, ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസ് മൂവ് ചെയ്തിട്ട് ഇത് പോയിട്ട് ആ വാൾസിൽ എന്ത് ചെയ്യും? ഒരു പ്രഷർ നൽകും. ഇത്തരം പ്രഷറിന് വിളിക്കുന്ന പേര് പാർഷ്യൽ പ്രഷർ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, they exert pressure on the walls of the container. This pressure is called partial pressure. ഇവിടെ നിന്ന് ഈ പോസ്റ്റുലേറ്റ് പഠിക്കുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് പാർഷ്യൽ പ്രഷർ എന്നൊരു ചോദ്യം വരാം. അപ്പൊ പാർഷ്യൽ പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ they exert pressure on the walls of the container, that pressure is called partial pressure. മോളിക്യൂൾസ് കൊടുക്കുന്ന ഈ കണ്ടെയ്നറിന്റെ ഭിത്തികളിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു പ്രഷർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി വീക്ക്. Second point, they are in constant random motion. Third point, they exert pressure on the walls of the container. This pressure is called partial pressure. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന എനർജി നിങ്ങൾക്കറിയാം, കൈനറ്റിക് എനർജി ആയിരിക്കും. കാര്യം മൂവ് ചെയ്യുന്ന എല്ലാ വസ്തുക്കൾക്കുള്ള എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചറിന് എങ്ങനെ ആയിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ kinetic energy of gas molecule is directly proportional to temperature. ടെമ്പറേച്ചറിന് നേരനുപാതത്തിലാണ് ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ kinetic energy എന്ന് പറഞ്ഞത്. അടുത്തൊരു പോയിന്റ് ആണ്, the average distance between the two successive collision of molecule is called mean free path. മനസ്സിലാക്കാനായിട്ട് നോക്കുക. അതായത് ഇപ്പൊ ഒരു മോളിക്യൂൾ ആണെന്ന് കരുതുക, ഇതൊരു മോളിക്യൂൾ ആണ്, ഇതൊരു മോളിക്യൂൾ ആണ്, ഇതൊരു മോളിക്യൂൾ ആണ്, ഇതൊരു മോളിക്യൂൾ. അപ്പൊ ഈ മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ വന്ന് കൊളൈഡ് ചെയ്യും, പരസ്പരം കൂട്ടിമുട്ടും. അങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഈ രണ്ട് കൊളിഷന് വേണ്ടി എടുത്ത ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഞാൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഫ്രീ പാത്ത്. അപ്പൊ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് ഫ്രീ പാത്ത് ആണ്. ഇതൊരു ഫ്രീ പാത്ത് ആണ്, ഇതൊരു ഫ്രീ പാത്ത് ആണ്, ഇതൊരു ഫ്രീ പാത്ത് ആണ്, ഇതൊരു ഫ്രീ പാത്ത് ആണ്. ഈ ഫ്രീ പാത്തുകളുടെ ആവറേജിന് വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ ആണ്. മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്ന ആരാണ്? ലാംഡ എന്ന് പറയുന്ന ലെറ്റർ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലാംഡ ഈക്വൽ ടു 1/√2 pi n d square എന്ന് പറയുന്നത്. മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/√2 pi n d square എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കണം, സ്മാൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അതായത് യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് സ്മാൾ ലെറ്റർ n ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ d എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ എന്തിനെയാണ്? ഡയമീറ്ററിനെയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട 5 പോസ്റ്റുലേറ്റുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിൽ ഈ വരുന്ന പാർഷ്യൽ പ്രഷറിന്റെയും അതുപോലെ തന്നെ മീൻ ഫ്രീ പാത്തിന്റെയും പോയിന്റുകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. വാട്ട് ഈസ് പാർഷ്യൽ പ്രഷർ, അതുപോലെ തന്നെ വാട്ട് ഈസ് മീൻ ഫ്രീ പാത്ത് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്നൊരു ചോദ്യം വന്ന ഉത്തരം ഇതാണ്, the average distance between two successive collision of molecule is called mean free path. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡയാണ്. കണ്ടുപിടിക്കാനുള്ള സമവാക്യം 1/√2 pi n d square ആണ്.
ഇത്രയുമാണ് ഈ പോസ്റ്റുലേറ്റ്. ഇനി ഒരു പോസ്റ്റുലേറ്റും കൂടെ ഉണ്ട്. ഈ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യാം. ആ കൊളിഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ കൊളിഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഈസ് ഇലാസ്റ്റിക്. മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻ എന്ന് പറയുന്നത് എന്ത് കൊളിഷൻ ആണ്? ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഈ ഒരു പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ് നിങ്ങൾ പോസ്റ്റുലേറ്റ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാർഷ്യൽ പ്രഷറിനെ കുറിച്ചും എന്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം? മീൻ ഫ്രീ പാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ പോസ്റ്റുലേറ്റ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 6 എണ്ണം എഴുതിയെടുത്ത് പഠിക്കും. ഈ പോസ്റ്റുലേറ്റ് കംപ്ലീറ്റ് ആക്കിയ പിന്നെ നമ്മൾ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വെലോസിറ്റിയിലേക്കാണ്. ആ വെലോസിറ്റിയുടെ പേര് RMS വെലോസിറ്റി എന്നാണ്. RMS വെലോസിറ്റി. വാട്ട് ഈസ് RMS വെലോസിറ്റി എന്ന് ചോദിച്ചാൽ അതിന്റെ പൂർണ്ണ രൂപം ഇതാണ്: റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് RMS വെലോസിറ്റി. ഇനി അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇപ്പൊ ഒരു കണ്ടെയ്നറിനുള്ളിൽ കുറെ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുവാണ്. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് വരും? വെലോസിറ്റീസ് വരും. ഇപ്പൊ C1, C2, C3 അങ്ങനെ എക്സെട്ര n മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത്രയും വെലോസിറ്റി അവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് ഓരോ വെലോസിറ്റിയുടെയും സ്ക്വയർ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് C1 സ്ക്വയർ, C2 സ്ക്വയർ, C3 സ്ക്വയർ. എന്നിട്ട് ഇതിന്റെ മീൻ കണ്ടുപിടിക്കുക. മീൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടെ കൂട്ടണം, എണ്ണം കൊണ്ട് ഹരിക്കണം. എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കണം. അതാണ് റൂട്ട് C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത്. അപ്പൊ ഈ വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? RMS വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി പ്രോബ്ലം സെക്ഷനിൽ RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് VRMS equal to root 3p by rho എന്നൊരു ഇക്വേഷനും അതുപോലെ തന്നെ VRMS equal to root 3RT by m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇതിൽ P ഡിനോട്ട് ചെയ്യുന്നത് പ്രഷർ ആണ്, rho ഡിനോട്ട് ചെയ്യുന്നത് ഡെൻസിറ്റി ആണ്. ഇതിൽ R ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T ഡിനോട്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആണ്. M ഡിനോട്ട് ചെയ്യുന്നത് മോളാർ മാസ് ആണ്. നമ്മുടെ പോസ്റ്റുലേറ്റുകൾ കംപ്ലീറ്റ് ആക്കി. അതുപോലെ തന്നെ RMS വെലോസിറ്റിയെ കുറിച്ച് നോക്കി. അപ്പൊ എന്താണ് RMS വെലോസിറ്റി എന്ന് ചോദിച്ചാൽ ഡിഫറെന്റ് ആയിട്ട് മോളിക്യൂൾസ് ഓരോ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ വെലോസിറ്റികളുടെയും സ്ക്വയറുകൾ കണ്ടെത്തി അവയുടെ മീൻ കണ്ടെത്തി അതിന്റെ റൂട്ട് കണ്ടെത്തി. ഈ ഒരു ഇതിൽ നോക്കിയാൽ മതി, സ്ക്വയറുകൾ കണ്ടെത്തി അതിന്റെ മീൻ കണ്ടെത്തി അതിന്റെ റൂട്ട് കണ്ടെത്തി. അതാണ് സത്യത്തിൽ ഈ RMS കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന കാര്യം. ഈ പ്രോബ്ലം സെക്ഷനിലാണ് RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇക്വേഷൻ 2 ആണ്. പ്രോബ്ലം അങ്ങനെ സാധാരണ ചോദിക്കാറില്ല. പക്ഷേ ചോദിച്ചാൽ VRMS equal to root 3p by rho അല്ലെങ്കിൽ VRMS equal to root 3RT by m എന്ന് പറയുന്ന എന്ത് ഉപയോഗിക്കണം? ആ സമവാക്യങ്ങൾ ഉപയോഗിക്കണം. ഇപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ നാലാമതായിട്ട് പഠിച്ചൊരു പോസ്റ്റുലേറ്റ് ഉണ്ട്, മൂന്നാമതായിട്ട് പഠിച്ചൊരു പോസ്റ്റുലേറ്റ് ഉണ്ട്. ആ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആരാണ്? പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പാർഷ്യൽ പ്രഷർ. അപ്പൊ ഈ പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതൊരു ഡെറിവേഷൻ ആണ്. പരീക്ഷയ്ക്ക് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എന്തെന്ന് പറഞ്ഞ് ചോദിക്കാം, പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ആ ഒരു ഡെറിവേഷൻ നോക്കാം. നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ ഞങ്ങൾ മാറ്റുവാണ്. പോസ്റ്റുലേറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തും കംപ്ലീറ്റ് ആക്കി, RMS വെലോസിറ്റിയും കംപ്ലീറ്റ് ആക്കി. ഇതാ പാർഷ്യൽ പ്രഷറിലേക്ക്, പാർഷ്യൽ പ്രഷറിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം പഠിക്കുക. അതാ നോക്കിക്കേ, ഇതൊരു കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നറിനുള്ളിൽ ഞാൻ ഒരു ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്തു. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾ. ഈ ഗ്യാസ് മോളിക്യൂൾസിൽ ഒരു RMS വെലോസിറ്റി കാണും. ഈ RMS വെലോസിറ്റി ആണ് ഈ ഡയറക്ഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഈ വെലോസിറ്റിയെ 3 കമ്പോണന്റുകളാക്കി മാറ്റാൻ പോവുകയാണ്. X ഡയറക്ഷനിൽ വരുന്നത് വെലോസിറ്റി ഓഫ് X അഥവാ Vx, Y ഡയറക്ഷനിൽ വരുന്നത് വെലോസിറ്റി ഓഫ് Y അഥവാ Vy, Z ഡയറക്ഷനിൽ വരുന്നത് വെലോസിറ്റി ഓഫ് Z അഥവാ Vz. ചിത്രത്തിലേക്ക് നോക്കുക, Vx അതുപോലെ തന്നെ Vy അതുപോലെ Vz. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ഈ ഒരു എൻഡിൽ നിന്നും മോളിക്യൂൾസ് അടുത്ത എൻഡിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഇവിടേക്ക് വന്ന് ഇടിക്കുന്നു അല്ലേ? ഒരു എൻഡിൽ നിന്ന് അടുത്തൊരു എൻഡിൽ വരുന്നു, അവിടെ ഒരു പ്രഷർ കൊടുക്കുന്നു. അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്.
അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മോളിക്യൂൾസ് ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടേക്ക് വന്ന് തിരിച്ചു വരുന്ന ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾ പരിഗണിക്കുക. അപ്പൊ നിങ്ങളൊരു ക്ലാസ് റൂമിനുള്ളിൽ ഇരിക്കുകയാണ്, അതിന്റെ ഒരു സൈഡിൽ നിന്ന് മോളിക്യൂൾസ് മറു സൈഡിൽ പോയി ഇടിച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ സൈഡിലേക്ക് വരുന്നു എന്ന് കരുതുക. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, അങ്ങോട്ട് പോകുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്, തിരിച്ചു വരുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് അങ്ങോട്ട് പോകുമ്പോഴുള്ള വെലോസിറ്റിയെ നെഗറ്റീവ് ആയിട്ടും തിരിച്ചു വരുന്ന വെലോസിറ്റിയെ പോസിറ്റീവ് ആയിട്ടും എടുക്കുക. അതായത് അങ്ങോട്ട് പോകുന്നത് മൈനസ് വിയിലാണെങ്കിൽ തിരിച്ചു വരുന്നത് പ്ലസ് വിയിലായിരിക്കും, അങ്ങോട്ട് പോകുന്നത് മൈനസ് വി എക്സിലാണെങ്കിൽ തിരിച്ചു വരുന്നത് പ്ലസ് വി എക്സിലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങോട്ടൊരു വെലോസിറ്റി നെഗറ്റീവ്, തിരിച്ചൊരു പോസിറ്റീവ് വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്കറിയാം അങ്ങോട്ടൊരു മൊമെന്റം കാണും, തിരിച്ചൊരു മൊമെന്റം കാണും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ചേഞ്ച് ഇൻ മൊമെന്റം എഴുതാൻ പറ്റും. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഒരു എം മാസുള്ള ഒരു വസ്തു ഇവിടെ നിന്ന് ഒരു എൻഡിൽ നിന്ന് മറു എൻഡിലേക്ക് പോയി അത് നെഗറ്റീവ് വെലോസിറ്റിയിലായിരുന്നു, തിരിച്ചു പോയിട്ട് എന്ത് ചെയ്തു? തിരിച്ചു വരും. അങ്ങനെ വന്നാൽ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊമെന്റത്തിൽ നിന്ന് ആദ്യ മൊമെന്റം കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മൊമെന്റം ഇവിടെ എം ഇൻറ്റു വി എക്സ് അഥവാ എം വി എക്സ് എന്ന് ഞാൻ പറയുന്നു. ആദ്യ മൊമെന്റം ഇവിടെ എം ഇൻറ്റു മൈനസ് വി എക്സ് അഥവാ മൈനസ് എം വി എക്സ് എന്ന് പറയും. എന്തുകൊണ്ട് ആദ്യ മൊമെന്റം മൈനസ് വന്നത്? ഞാൻ പരിഗണിച്ചത് അങ്ങോട്ട് പോയ വെലോസിറ്റി എന്തായിട്ടാണ്? നെഗറ്റീവ് ആയിട്ടാണ്. അപ്പോ എം വി എക്സ് മൈനസ് എം വി എക്സ് എന്ന് വരും. അപ്പൊ ദാറ്റ് ഈസ് അത് എം വി എക്സ് പ്ലസ് എം വി എക്സ് ആണ്. അതെന്ത് എത്രാന്ന് കിട്ടും? 2mvx എന്ന് കിട്ടും. അപ്പോ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിൽ പോയി തിരിച്ച് ആ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം, ഹിയർ ദ ചേഞ്ച് ഇൻ മൊമെന്റം dp എന്ന് പറയുന്നത് 2mvx എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിനു വേണ്ടി എടുത്തൊരു ടൈം ഉണ്ട്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി എടുത്തൊരു ടൈം, അത് വളരെ കുഞ്ഞു ടൈം ആയതുകൊണ്ട് അതിനെ dt എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ആ ടൈം കണ്ടുപിടിക്കാനുള്ളത്, നമ്മൾ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ആണ് ടൈം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇവിടുത്തെ ഡിസ്റ്റൻസ്, അങ്ങോട്ട് പോയ ആ ഒരു ലെങ്ത് L, തിരിച്ചു വന്ന ലെങ്ത് 2L ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വെലോസിറ്റി, x ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്, അത് vx ആണ്. അപ്പൊ 2L/vx എന്ന് കിട്ടും. ഇത് പഠിക്കാൻ പാടുള്ള കുട്ടികൾ ഇത് കാണാതെ പഠിച്ചാൽ മതി. ചേഞ്ച് ഇൻ മൊമെന്റം 2mvx ആണ്, ടൈം 2L/vx ആണ്. തീർന്നു. ഈ രണ്ട് കാര്യങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്താൽ മതി, ബാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ചേഞ്ച് ഇൻ മൊമെന്റം 2mvx, ടൈം 2L/vx. ഇനി നിങ്ങൾ പ്ലസ് വണ്ണിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ സെക്കൻഡ് ലാ. അക്കോർഡിംഗ് ടു ന്യൂട്ടന്റെ സെക്കൻഡ് ലാ, F = dp/dt. F = dp/dt ആണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലാ എന്ന് പറഞ്ഞത്. അപ്പൊ F = dp ക്ക് പകരം നിങ്ങൾ 2mvx ഉം dt ക്ക് പകരം 2L/vx ഉം കൊടുക്കുക. അപ്പൊ 2mvx/2L/vx എന്ന് കിട്ടും. അതായത് 2mvx നെ 2L/vx കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് ഇതിന്റെ മീനിങ്. അല്ല എങ്കിൽ മറ്റൊരു രീതിയുണ്ട്. എന്താ? 2mvx നെ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ vx/2L കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പൊ രണ്ട് ക്യാൻസൽ ചെയ്തു പോകും. vx × vx സ്ക്വയർ ആവും. ഉത്തരം mvx²/L എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടി. അത് x ഡയറക്ഷനിൽ ഫോഴ്സ് ആയതുകൊണ്ട് അതിന് Fx എന്ന് എഴുതാം. ആ Fx എന്ന് പറയുന്നത് mvx²/L ആണ്. mvx²/L. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, it consists of n molecules. അപ്പൊ നിങ്ങൾ ആദ്യം പരിഗണിച്ചത് ഇതിൽ ഒരൊറ്റ മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തത്. ഇനി ഇതിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ആ x ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുന്നത് n ഇൻറ്റു ആരായിരിക്കും? n ഇൻറ്റു mvx²/L ആയിരിക്കും. ഇതാണ് n നമ്പർ ഓഫ് മോളിക്യൂൾസ് കാരണം ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. ഇനി നമുക്ക് വേണ്ടത് പ്രഷർ ആണ്, അല്ലേ? അപ്പൊ പ്രഷർ എഴുതാൻ എങ്ങനെയാണ് എഴുതുന്നത്? പ്രഷർ Px എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ, Fx/area എന്ന് എഴുതാം. Fx എന്ന് പറഞ്ഞാൽ ആരാ? Fx എന്ന് പറയുന്നത് nmvx²/L ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഏരിയയാണ് എടുക്കാനുള്ളത്. ഇത് വന്നിടിക്കുന്ന ആ ഒരു ഏരിയ. ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അതൊരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. അപ്പൊ അതിന്റെ ഏരിയ L² വരും. അപ്പൊ L² കൊണ്ട് ഹരിക്കുന്നതിന് പകരം 1/L² കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? അപ്പൊ Px എന്ന് പറയുന്നത് nmvx²/L into L², that is L³ എന്ന് കിട്ടും. L³ നെ നമുക്ക് ഇതിന്റെ ഈ റെക്ടാങ്കുലർ ഷേപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു സർഫസിന്റെ വോളിയം ആയിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ ഉത്തരം nmvx²
Vx square by V എന്ന് കിട്ടും. ഇത് x ഡയറക്ഷനിൽ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ x ഡയറക്ഷനിലെ മോളിക്യൂൾസ് കാരണം ഉണ്ടാകുന്ന പ്രഷറാണ്, അതിനെയാണ് Px എന്ന് പറഞ്ഞത്. സിമിലർലി ഇതുപോലെ തന്നെ എവിടത്തെ കാര്യങ്ങളുണ്ട്? സിമിലർലി y ഡയറക്ഷനിൽ വരുന്ന മോളിക്യൂൾസ് അഥവാ Py കാരണം ഒരു പ്രഷർ ആക്ട് ചെയ്യും. ആ പ്രഷർ എന്ന് പറയുന്നത് Nm Vy square by V ആയിരിക്കും. ആൻഡ് Z ഡയറക്ഷനിലെ മോളിക്യൂൾസ് കാരണം ഉണ്ടാകുന്നത് Pz ആണ്. Pz എന്ന് പറയുന്നത് Nm Vz square by V ആയിരിക്കും. Px കിട്ടി, Py കിട്ടി, അതുപോലെ തന്നെ എന്ത് കിട്ടി? Pz കിട്ടി. അപ്പൊ x ഡയറക്ഷനിലെ മോളിക്യൂൾസ് വന്നൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അതാണ് Px. y ഡയറക്ഷനിലെ മോളിക്യൂൾസ് വന്നൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അതാണ് Py. z ഡയറക്ഷനിലെ മോളിക്യൂൾസ് വന്നൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അതാണ് Pz. അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇവയുടെ ആവറേജ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ പ്രഷർ P എന്ന് പറയുന്നത് ഇവയുടെ ആവറേജ് Px plus Py plus Pz by V ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് P equal to Px എന്ന് പറയുന്നത് Nm Px square by V ആണ്, പ്ലസ് Py എന്ന് പറയുന്നത് Nm Vy square by V ആണ്, പ്ലസ് Pz എന്ന് പറയുന്നത് Nm Vz square by V ആണ്. ഡിവൈഡഡ് ബൈ എത്ര വരും? 3 വരും. അതിൽ നിന്ന് P equal to കോമൺ ആയിട്ട് വരുന്ന ആരാണ്? കോമൺ ആയിട്ട് വരുന്നത് Nm by V ആണ്. അത് പുറത്തെടുക്കാം. അത് 3 ആയിട്ട് ചേരുമ്പോൾ Nm by 3V ആവും. ബാക്കി വരുന്നത് ഇവിടെ ഒരു Vx square വരും, ഇവിടെ ഒരു Vy square വരും, ഇവിടെ ഒരു Vz square വരും. നീ ഒന്ന് ശ്രദ്ധിക്കുക, ഈ Vx square, Vy square, Vz square. Vx എന്ന് പറഞ്ഞാൽ ഇതാണ്, Vy എന്ന് പറഞ്ഞാൽ ഇതാണ്, Vz എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് മൂന്ന്. നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്, മോസ്റ്റ്ലി പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. എയും ബിയും രണ്ട് പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ് എങ്കിൽ അവിടുത്തെ റിസൾട്ടന്റ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അവിടെ 3 കേസ് വരുവാണ്. എ ബി സി എന്ന് പറയുന്ന 3 വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ അതിന്റെ റിസൾട്ടന്റ് റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അപ്പൊ Vx, Vy, Vz എന്ന് പറയുന്ന 3 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് ആണ് ഈ പറഞ്ഞ RMS വെലോസിറ്റി അല്ലെങ്കിൽ Vrms. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാം Vx square plus Vy square plus Vz square റൂട്ട് ആരായിരിക്കും? Vrms ആയിരിക്കും. അപ്പം Vrms എന്ന് പറയുന്നത് റൂട്ട് Vx square plus Vy square plus Vz square ആണ്. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ Vrms സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് മാറ്റിയിട്ട് ആര് കിട്ടും? Vx square plus Vy square plus Vz square എന്ന് കിട്ടും. അതായത് നമ്മളിപ്പോ കിട്ടിയ Vx square plus Vy square plus Vz square എന്ന് പകരം നമുക്കിവിടെ എന്തെന്ന് കൊടുക്കാൻ പറ്റും? ഇവിടെ Vrms എന്ന് കൊടുക്കാം. അപ്പൊ P equal to Nm divided by 3V into Vrms സ്ക്വയർ എന്ന് കൊടുക്കാം. ഇപ്പൊ കിട്ടിയ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷറിന്റെ എക്സ്പ്രഷൻ ആയിട്ട് കണക്കാക്കുന്നത്. P equal to Nm divided by 3V into Vrms സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനെയാണ് പാർഷ്യൽ പ്രഷറിനെ എന്തായിട്ട് കണക്കാക്കുന്നത്? എക്സ്പ്രഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ചെയ്യുന്ന രീതി ഒന്ന് നോക്കുക. ചേഞ്ച് ഇൻ മൊമെന്റ് എഴുതുക, ടൈം എഴുതുക, ന്യൂട്ടന്റെ സെക്കൻഡിലായി കൊടുക്കുക, ഫോഴ്സ് കണ്ടുപിടിക്കുക. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ n മോളിക്യൂൾസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എഫക്ട്സ് കിട്ടും. ഇനി അതിൽ നിന്ന് പ്രഷറിലേക്ക് വരുന്നതിന് വേണ്ടി ഈ ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പ്രഷർ കിട്ടുന്നു. അങ്ങനെ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതേപോലെ വൈയിലെയും ഇസഡിലെയും കാര്യം എഴുതുക. ടോട്ടൽ പ്രഷർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇവയുടെ ആവറേജ് എടുക്കണം. ഇവയുടെ ആവറേജ് എന്ന് പറയുന്നത് Py plus Px plus Py plus Pz by 3 എന്ന് കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോമൺ ആയിട്ട് എടുക്കാനുള്ളത് പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ളത് Vx square plus Vy square plus Vz square ആണ്. അതെന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്? RMS വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. അതെങ്ങനെ വന്നു എന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഉത്തരം P equal to Nm divided by 3V into Vrms സ്ക്വയർ എന്ന് കിട്ടി. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, V വോളിയം ആണ്. നമുക്കറിയാം നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ അത് സ്മാൾ ലെറ്റർ n ആണ്. ദാറ്റ് ഈസ് P equal to Nm divided by 3 into Vrms സ്ക്വയർ. ഈ n by V ക്ക് വരെ സ്മാൾ ലെറ്റർ n കൊടുക്കും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
പാർഷ്യൽ പ്രഷറിനെ എഴുതാൻ പറ്റും. ഒന്നുകിൽ ഈക്വേഷൻ പഠിക്കുക അല്ലെങ്കിൽ ദാ ഈക്വേഷൻ പഠിക്കുക, രണ്ടും ശരിയാണ്. ഓക്കെ, ഇതോട് കൂടിയിട്ട് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്തു, തീർന്നു. ഇനി ഈ പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷനിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസ്റ്റുലേറ്റ് പഠിച്ചു, RMS വെലോസിറ്റിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ എന്തിന്റെ എക്സ്പ്രഷൻ നോക്കി, പാർഷ്യൽ പ്രഷറിന്റെ എക്സ്പ്രഷൻ നോക്കി. ഇനി നമ്മൾ പോസ്റ്റുലേറ്റ് പഠിച്ചൊരു കാര്യമാണ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് എങ്ങനെയാണ്, നേരനുപാതത്തിലാണ് അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ എടുക്കുക. എന്താണ് പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P equal to Nm divided by 3V into VRMS square. ഇതാണ് പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ. നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. ഇതിൽ ഈ V ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. കാര്യം ഇവിടെ ഡിവിഷൻ ആണല്ലോ, ഇപ്പൊ ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. PV equal to Nm divided by 3 into VRMS square എന്നായി. നിങ്ങൾക്കറിയാം PV ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് PV എന്ന് പറയുന്ന ആരാണ്? nRT അല്ലെങ്കിൽ μRT ആണ്. N അല്ലെങ്കിൽ mu ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസിനെയാണ്. അപ്പൊ PVക്ക് പറഞ്ഞാൽ μRT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ μRT equal to Nm divided by 3 into VRMS square. സംശയമില്ല. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്, അല്ലെങ്കിൽ mv²/2 ആണ്. അപ്പൊ ഇവിടെ ഒരു m ഉണ്ട്, അതുപോലെ v² ഉണ്ട്. ഇവിടുത്തെ വെലോസിറ്റി RMS വെലോസിറ്റി ആണ്, അത് എന്തോ ആയിക്കൊള്ളട്ടെ. v² ഉണ്ട്, അതുപോലെ m ഉണ്ട്. പക്ഷെ എന്തില്ല? ഡിവൈഡഡ് ബൈ 2 ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു ഡിവൈഡഡ് ബൈ 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഡിവൈഡഡ് ബൈ 2 ഇട്ട് കൊടുത്താൽ വിലക്ക് വ്യത്യാസം വരും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു മൾട്ടിപ്ലിക്കേഷനും കൂടെ ചെയ്യണം. ഉത്തരം μRT equal to 2 into Nm into VRMS square divided by 3 into എത്രാന്ന് കിട്ടി? 2. അപ്പൊ 2 into Nm into VRMS square divided by 3 into 2. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഈ മാസ് വെലോസിറ്റിയുടെ സ്ക്വയർ ബൈ 2 അതല്ലേ mv²/2. mv²/2 എന്ന് പറഞ്ഞാൽ ആരാ? കൈനറ്റിക് എനർജിയാണ്. അപ്പൊ μRT equal to 2/3 into n into mv²/2. അതിന് വരെ എന്തെന്ന് കൊടുക്കുക? ke എന്ന് കൊടുക്കുക. ഇനി ke കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 3 ഇവിടെ ഡിവിഷൻ ആണ്, ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 2n ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore ke equal to 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 μRT divided by ഈ 2n കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 2n എന്ന് വരും. ഇതില് mu എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ്, r ഗ്യാസ് കോൺസ്റ്റന്റ്, n നമ്പർ ഓഫ് മോളിക്യൂൾസ്. mu r n ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് മൂന്നും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിനെ ഒരുമിച്ച് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ mu r by n എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ kb എന്ന് റെപ്രസെന്റ് ചെയ്യും. കാര്യം mu r ഉം n ഉം ചേഞ്ച് ചെയ്യാത്ത വാല്യൂസ് ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടെ മാറത്തില്ല, നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്യത്തില്ല, ഗ്യാസ് കോൺസ്റ്റന്റ് മാറത്തില്ല. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള വാല്യൂവിനെ kb എന്ന് കൊടുക്കും. ഈ kbക്ക് ഒരു പേരുണ്ട്, kbയുടെ പേരാണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, kbയുടെ പേര് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ke equal to 3/2 ഈ μr/n ന് പകരം kb എന്ന് റെപ്രസെന്റ് ചെയ്യുക. kb into t എന്ന്. k is equal to 3/2 into kb into t എന്ന്. ഇതാണ് ഒരു ഇക്വേഷൻ. ഇക്വേഷന്റെ ഹെഡിങ് ഇതാണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണ്? കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 into kb into t ആണ്. kbക്ക് ഒരു പേരുണ്ട്, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പൊ ഇക്വേഷനിൽ 3/2 ഒരു കോൺസ്റ്റന്റ് ആണ്, kb കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് into t എന്ന് പറയാം.
ഇനി ഈ കോൺസ്റ്റന്റ് മാറ്റിയിട്ട് അതിന് വേണമെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കൊടുക്കും. അപ്പൊ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണാലിറ്റി എന്തെന്ന് കിട്ടി? ടെമ്പറേച്ചർ എന്ന് കിട്ടി. ഇത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, പോസ്റ്റുലേറ്റ് പഠിച്ചിട്ടുണ്ട്. പോസ്റ്റുലേറ്റ് പഠിച്ച കാര്യമാണ് കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിന് എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നുകിൽ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം ഡിറൈവ് ചെയ്യാനായിട്ട് പറയാം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ടെമ്പറേച്ചറിന് നിയമവിഭാഗത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. ഇത്രയുമാണ് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ അതിൽ പഠിച്ചത്? പോസ്റ്റുലേറ്റുകൾ, 6 പോസ്റ്റുലേറ്റ് പഠിച്ച് ആ പോസ്റ്റുലേറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട 2 വാക്കുകളുണ്ട്. പാർഷ്യൽ പ്രഷർ എന്താണ്, അതുപോലെ തന്നെ മീൻ ഫ്രീ പാത്ത് എന്താണ്, ഇത് രണ്ടും നോക്കി. പിന്നീട് ഈ കൈനറ്റിക് എനർജിയുടെ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിന്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ആ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ള കാര്യം നോക്കി. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന എന്ത് നോക്കി? കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നോക്കി. അതിൽ ഒരു ഇക്വേഷൻ കിട്ടുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത്രയുമാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലെ പോസ്റ്റുലേറ്റുകൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ മീൻ ഫ്രീ പാത്ത് എന്ന വാക്കും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന വാക്കും നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. സമയം കിട്ടുവാണെങ്കിൽ പാർഷ്യൽ പ്രഷറിന്റെ എക്സ്പ്രഷൻ കൂടെ എന്ത് ചെയ്യുക? ഡെറൈവ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.